കല്യാണ വീട്ടിൽ പോകാൻ ഒരുങ്ങുന്ന പെങ്ങള്, പിന്നെയും കണ്ണാടിയുടെ മുന്നിൽ നോക്കുന്ന പെങ്ങള്, ചെറുപ്പക്കാരാ എന്ന് കൂട്ടുകാരോട് ചോദിക്കുന്ന പൊന്നുമക്കള്, മുതുവെടുക്കുന്നത് എന്തിനാടാ? അള്ളാനെ കാണാനാടാ, അള്ളാടെ മുന്നിൽ പോയി നിൽക്കാനല്ലേ? അതിനു വേണ്ടിയല്ലേ മുതുവെടുക്കുന്നത്? അതിനു വേണ്ടിയല്ലേ മുതുവെടുക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, പ്രവാചകൻ സ്വഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, ഉദവെടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉദവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഉദവെടുക്കേണ്ടതെന്ന് പ്രവാചകൻ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ സഹാബാ? സ്വഹാബാ, ഞാൻ ഉദവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉദവെടുത്താ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, മുഖം കഴുകുമ്പോ വാ കഴുകുമ്പോ നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും എടാ ഈ കൈയുടെ നഖത്തിനടിയിലൂടെ വെള്ളത്തുള്ളികൾ താടിലേക്ക് വീഴുമ്പോ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളാടാ കഴുകിക്കളയുന്നത്. നിന്റെ പാപങ്ങളാണ് ആ വെള്ളത്തുള്ളികൾ പോകുന്നത്. അതുകൊണ്ട് ഒന്നുവെന്ന് പറയുന്നത് ചെറിയ ഒരു അമലല്ല, അത് ശുദ്ധീകരിക്കുന്ന അമലാ, പാപം കഴുകാൻ പറ്റുന്ന അമലാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ധൃതി വേണ്ടടാ പൊന്നുമോനെ, അശ്രദ്ധ വേണ്ടടാ പൊന്നുമോനെ, അലംഭാവം വേണ്ട പെങ്ങള്, സമാധാനത്തോടുകൂടി നീ നിന്ന് ഉദവെടുക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനതാ വുളൂവിനെ ശരിയാക്കിയാൽ, നല്ല നിലയിൽ ഉളുവെടുത്ത് കഴിയുമ്പോ ആഗ്രഹമില്ലേ മക്കത്ത് പോകാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാൻ? ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിങ്ങനെ കഅബാലയത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോ ജനങ്ങൾ മുഴുവനും ഒന്ന് തൊടുന്നതിന് വേണ്ടി, ഒന്ന് ചുംബിക്കുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ കൊണ്ടുപോയ ഉസ്താദ് പറഞ്ഞു തരികയാ, ആ കല്ലിൽ ആരെങ്കിലും ഒന്ന് ചുംബിച്ചാ അവന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോ കൊതിയല്ലേ പെങ്ങള്, കൊതിയല്ലേ വാപ്പാ? അതിലൊന്ന് തൊടാൻ കഴിഞ്ഞാൽ അതൊന്ന് ചുംബിക്കാൻ കൊതിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒന്നുവും അതുപോലെ തന്നെയാ മോള്. ഒന്നുമെടുക്കുന്ന സമയത്ത് നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു കഴുകിക്കളയുകയാണ്. നിന്റെ ചെറുപാപങ്ങൾ അവിടെ പോയി മുത്തിയാ നിന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പൊറുക്കുമല്ലോ. ഇവിടെ നീ അങ്ങനെ പടച്ചവനെ ഉദവെടുക്കുന്ന സമയത്ത് സൂക്ഷ്മതയോടുകൂടി ഉദവെടുത്താ, പരിപൂർണമായി ചെയ്താ തീരുമ്പോ നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. നിന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ഉദവെടുത്താ അവൻ ഉദവെടുത്ത് കഴിയുമ്പോ ആ വെള്ളത്തുള്ളികളിൽ അല്ലാഹു അവന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ കാര്യം, പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ എളുപ്പവഴി എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിങ്ങളെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, ജീവിതത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മൻ തവല്ലഅ നഹ്വ വുദൂഇ ഹാദാ സുമ്മ ഖാമ ഫറകഅ റകഅതൈൻ ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സാ ഗുഫിറ ലഹു മാ തകദ്ദമ മിൻ ദംബിഹി ഖാല നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ വാച്ചി നോക്കുന്നു. എന്താ നിർത്താറായതുകൊണ്ടാണോ? നിർത്താറായതുകൊണ്ടാണോ? എന്തുവാടാ ഹംദാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, കയറിയിരിക്കണം. ഇവിടെ അല്ലാഹു 3 മക്കൾ, എത്ര? 2 ആണും 1 പെണ്ണും. ശരി. അല്ലാഹു അദ്ദേഹം നമ്മുടെ ബഷീർക്കാടെ മക്കൾ അല്ലാഹു ഹാഫിളീങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. ഒരെണ്ണത്തെ ഹാഫിളൊക്കെ ആക്കണം കേട്ടോ. പഠിക്കണം കേട്ടോ, ഹാഫിളാവണം. മൊബൈൽ കുത്തുന്ന സാധനമല്ല, ഹാഫിളായിക്കോണം. അതിനെ ഇളയത് അല്ല, ഇതിന് താഴെ ഒന്നുകൂടെ ഉണ്ടില്ലേ? അൽഹംദുലില്ലാഹ്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, പാവപ്പെട്ടവനായ താഴെ തലയിൽ നിന്ന് കയറി വന്ന മനുഷ്യന് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പള്ളികൾക്കും മദ്രസകൾക്കും ഒരുപാട് നല്ല കാര്യങ്ങൾക്കും ഒക്കെ ഒരുപാട് സദഖ കൊടുക്കുന്നവരാ. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റും കൂടി ഇരിക്കൂലേ? ചങ്ങാതി ക്യാമറമാൻ്റെ ആണോ ഈ ലൈറ്റ്? മൈക്ക് സെറ്റുകാരെന്താ പോയാ? മൈക്ക് സെറ്റുകാരെന്താപ്പാ? വലിയ ഗഫൂർ മുതലാളി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊരു മുതലാളിയാ. അൽഹംദുലില്ലാഹ്. ഗഫൂർച്ച എല്ലാ മുതലാളിമാരെയും കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഉമ്മയ്ക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. നാളെ ഭാര്യയുടെ ഉമ്മയ്ക്ക് എന്തോ ഒരു സർജറി ഉണ്ട്. അല്ലാഹു പരിപൂർണ്ണ ശിഫാവ് നൽകുമാറാകട്ടെ. മൈക്ക് സെറ്റുകാരെന്തേപ്പാ? പോയ ചായ കുടിക്കുക? നീയാ? എൻ്റെ മുതലാളി എന്താടെ? നീ എഴുന്നേറ്റ് വന്നിട്ട് ഈ ലൈറ്റ് അങ്ങോട്ട് തിരിച്ചു വെച്ചേ. എല്ലാത്തിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. എല്ലാം എന്നെ കണ്ടാൽ മാത്രം പോരല്ലോ. എഴുന്നേക്കണം. ഹാഷിമായാലും ജബ്ബാറായാലും തിരിച്ചങ്ങോട്ട് വെച്ചേ. അൽഹംദുലില്ലാഹ്. സുഖമില്ലേ? ഉറങ്ങാൻ നല്ല രസമുണ്ടല്ലേ? ഉറങ്ങാൻ നല്ല രസം. ഇൻഷാ അല്ലാഹ് ഇത് ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ മുഖത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, വീട്ടിൽ സൂചി, മുത്തുനബി വീട്ടിൽ കയറി വന്നപ്പോ ഇരട്ടത്ത് താഴെ വീണ സൂചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ പ്രകാശം കാരണം കണ്ടെടുത്തെന്ന. അപ്പൊ ഞാൻ മാത്രം വെളിച്ചമായാൽ പോരല്ലോ, നിങ്ങളും വെളിച്ചമാകണമല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കുക ചങ്ങാതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തട്ട് തരുന്നില്ല. ഞാൻ വഴുതു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ വഴുതു പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ. എന്താടാ ഉസ്താദ് ഇത്തിരി ഗൗരവത്തിൽ പറയുന്നത്? ചില കാര്യങ്ങൾ സലാത്ത് പറയാതെ വരുമ്പോ ചില കാര്യം പറയുമ്പോ വളരെ ഗൗരവത്തിൽ എന്തോ ഞങ്ങളോടങ്ങ് പറയണ പോലെ തോന്നല്ലോ എന്ന് പെങ്ങൾക്ക് തോന്നും. ഞാൻ വഴുതു പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല. നിങ്ങളെ നന്നാക്കാൻ ഞാനിപ്പം പത്തനാപുരത്തിന് ഇവിടെ വരേണ്ട കാര്യം? ഇവിടെ തന്നെ ഉസ്താദന്മാരൊക്കെ ഇല്ലേ? ഇവിടെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരില്ലേ? നിങ്ങൾ തന്നെ ഒരു വഴുത് കേട്ടിപ്പോ നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളൊക്കെ വഴുത് പറയും. നിങ്ങൾക്കറിയോ? നമ്മൾ പറയുന്നതിനേക്കാളും നല്ലതുപോലെ ഈ പെണ്ണുങ്ങള്, എന്നിട്ട് കൊച്ചു മക്കള് തന്നെ ഉസ്താദന്മാരുടെ ഡൂപ്പുകളില്ല വഴുത് പറയണേ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. കാരണം അത്രയും അറിവ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ വഴുത് പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ വേണ്ടിയാണ്. അല്ലാഹു എന്നെ ഒന്ന് നന്നാക്കുമാറാകട്ടെ. കരുണ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കില്ലേ? കരുണ എന്ന് പറയുന്ന സാധനമില്ല. കാരണം 40 പേരിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന. നിങ്ങളിൽ ഒരാളുടെ ആമീൻ മതി എനിക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. പോരാ, ആത്മാർത്ഥതയില്ല. ഒന്നുകൂടെ താത്താമാരെ മനസ്സറിഞ്ഞിട്ടൊരു ആമീൻ പറ, ഞാൻ നന്നായാലോ. അല്ലാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. വഴുതുകൾക്ക് കുറവൊന്നുമില്ല. വഴുതെന്ന് പറഞ്ഞാൽ വഴുത് കെട്ടിട്ട് നന്നാകാനായിരുന്നെങ്കിൽ മൈക്ക് സെറ്റുകാരനൊക്കെ നന്നായേനെ. വഴുതെന്ന് പറഞ്ഞില്ലടാ ലൈവ് ചെയ്യണന്മാരൊക്കെ എന്താ വഴുതില്ലേപ്പ,
എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചിന്തിക്ക്, ഒരു കഥ പറഞ്ഞു തരാം. ഒരു പള്ളിയിൽ അച്ഛൻ 30 വർഷക്കാലം വാഴ്ന്നു പറഞ്ഞു. ഒരു ക്രിസ്ത്യാനി പള്ളിയിൽ അച്ഛൻ 30 വർഷക്കാലം ദൈവത്തെക്കുറിച്ച് നാട്ടുകാർക്ക് മുഴുവനും പറഞ്ഞു കൊടുക്കും, എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കും. എന്നാ ആ നാട്ടിൽ കള്ളുകുടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്. ഓൻ എന്നും കള്ളുകുടിയ, എന്നും അടിയ, ഓട്ടോ കൊണ്ടുവച്ച് ഇടിക്കും, വലിയ പ്രശ്നമാണ്. അങ്ങനെ ഈ അച്ഛൻ ഇവ ഒരിക്കൽ പോലും പള്ളിയിൽ പോയിട്ടില്ല. ഈ അച്ഛനും ഈ കള്ളുകുടിയനും ദൈവത്തിന്റെ മുന്നിലെത്തി മരിച്ച് ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ ദൈവം കള്ളുകുടിയനോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ പൊക്കോടാന്ന്. അപ്പൊ പള്ളിയിൽ അച്ഛൻ ചോദിച്ചു, ദൈവമേ, ഇവനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളിയിൽ കയറിയിട്ടില്ല, ഇവൻ ആ നാട്ടിലെ കള്ളുകുടിയനും തല്ലുകൊള്ളിയുമാണ്, അപ്പൊ ഇവനാണോ ആദ്യം സ്വർഗത്തിൽ പോന്നെ? ഞാനല്ലേ. ഞാൻ 30 വർഷമാ നിന്നെ കുറിച്ച് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പൊ പള്ളിയിൽ അച്ഛനോട് ദൈവം പറഞ്ഞു അത്രേ, 30 വർഷക്കാലം നിങ്ങൾ വഴുതു പറഞ്ഞപ്പോ ആർക്കും എന്നെ കുറിച്ച് ഓർമ്മയൊന്നുമില്ല. ദൈവത്തെക്കുറിച്ച് പറയുമ്പോ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ആർക്കും ഇല്ല. പക്ഷെ ഇവനുണ്ടല്ലോ, ഇവന് ഞാൻ സ്വർഗം കൊടുക്കാനുള്ള കാരണം, ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ കയറിയ ഇറങ്ങുന്നത് വരെ ഒരു വാക്കേ പറയത്തുള്ളൂ, ദൈവമേ ദൈവമേ ദൈവമേ. കാരണം ഇവൻ കള്ളു കുടിച്ചിട്ട് ഓട്ടോ ഓടിക്കാം, വല്ലാത്ത സ്പീഡിലാ. എടാ, സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വണ്ടിയിൽ കയറുമ്പോ പറയാൻ. നമ്മൾ ആരും പറയത്തില്ല. എന്നാൽ ചില ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകെ കയറിയ ആയത്ത് കുറിച്ച് വരെ നമ്മൾ ഓതും. ചില വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ, ചില പ്രൈവറ്റ് ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഓതിപ്പോകും. കാരണം അങ്ങനത്തെ പോക്കാ പോണേ. അപ്പൊ ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആര് കയറിയാലും ആ സമയത്ത് ദൈവത്തെ വിളിക്കും, ഇറങ്ങുന്നത് വരെ. അപ്പൊ ദൈവം പറയാ, ഏറ്റവും കൂടുതൽ എന്നെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനാ, അതുകൊണ്ടാ അവന്റെ സ്വർഗമെന്ന്. അള്ളാഹു അങ്ങനത്തെ ആ അച്ഛന്റെ ഗതി എനിക്ക് വരുത്താതിരിക്കുമാറാകട്ടെ. കാരണം അങ്ങനെ ആവരുത് നമ്മുടെ പ്രസംഗം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4 ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. ഒന്ന് അടുത്തിരിക്കൂ, എല്ലാവരും ഒന്ന് അടുത്തിരുന്ന്, ഇങ്ങോട്ട് വന്ന് കയറിയിരുന്ന്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കയറിയിരുന്നു, കഴിഞ്ഞു, നിർത്തി, ഇനി ഇത് പേടിക്കാവുന്നില്ല. അൽഹംദുലില്ലാ, നിങ്ങൾ കയറിയിരുന്ന റോഡിൽ നിൽക്കുന്നവർ കയറും. എഴുന്നേറ്റോ, അൽഹംദുലില്ലാ, പെട്ടെന്ന് കയറിയിരി. ഇൻഷാ അല്ലാഹ് വാ ഇങ്ങോട്ട് വാ, എഴുന്നേറ്റോ, എല്ലാവരും എഴുന്നേറ്റോ. മൈക്കാരന്റെ കഞ്ഞി പാറ്റ ഇടരുത് മക്കളെ, പതുക്കെ കരണ്ട് വയർ അതിലും ചവിട്ടല്ലേടാ. കയറിക്കോ, അൽഹംദുലില്ലാ. കുഴപ്പമൊന്നുമില്ല, കരണ്ട് അടിക്കത്തൊന്നുമില്ല. കയറി, കൊറോണ ഒന്നും പിടിക്കത്തില്ല. വാ, അതൊക്കെ അന്നേ മരിച്ചുപോയി. കൊറോണ അതൊക്കെ നല്ലവർക്ക് വരും. കയറിക്കോ, അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പാപം പൊറുക്കാനുള്ള 4ാമത്തെ എളുപ്പവഴി എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മന തവല്ലഅ നഹവ ഉദൂഇ. എല്ലാവരും വുളുവെടുക്കുമല്ലോ, എല്ലാവരും വുളൂ ചെയ്യുമല്ലോ. ആ വുളൂ ചെയ്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, വുളുവെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കണേ ഉപ്പാ. നിങ്ങളെ വുളുവെടുത്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കണം പൊന്നുമോളെ. എന്തിനെന്നറിയുമോ? സുമ്മ ഖാമ ഫറകഅ റക്അതൈൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആ 2 റക്അത്ത് നമസ്കാരം നിന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ കാരണമാ. വുളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫർള് പോലും നിസ്കരിക്കുന്നില്ലല്ലോ. എന്തിനാ ഉസ്താദേ സുന്നത്തിനെ കുറിച്ച് പറയുന്നത്? പെങ്ങളെ, നിസാരമല്ല. ചെറുപ്പക്കാരാ, നിസാരമല്ല. ആ സുന്നത്ത് നമസ്കാരത്തിന് ചെറുതായി നിസാരമായി കാണേണ്ടതല്ല. അതിന്റെ മഹത്വം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലൂടെ കടന്നു പോവുകയാ. ലോകത്തിന്റെ നേതാവ് സ്വർഗ്ഗത്തിലൂടെ കടന്നു പോവുകയാണ്. ആ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങളുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലെ പഴങ്ങളുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലെ പദവികളുണ്ടല്ലോ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലൂടെ മുത്തുനബി ഇങ്ങനെ നടക്കുമ്പോ
പ്രവാചകന്റെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാണെന്നറിയുന്നില്ല, പക്ഷേ നടത്തം കാണുമ്പോ നല്ല പരിചയമുണ്ട്. പ്രവാചകൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ മലക്കുകൾ വിളിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അത് ബിലാലാണ് നബിയേ, അത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, അത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മലക്കുകളെ, എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? എന്റെ ബിലാലിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എന്റെ ബിലാലിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാ? ആ സമയത്ത് മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല. ആരോട് ചോദിച്ചാലും പറയും നബിയേ, ആരോട് ചോദിച്ചാലും ബിലാലിന്റെ പേര് പറയും നബിയേ. കാരണം ആരാ? ബിലാലാരാ? പടച്ചവനെ പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ കിടത്ത് മലർത്തി കിടത്തികെട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടമാറ് കൊണ്ട് തല്ലിച്ചതയ്ക്കുമ്പോഴും അല്ലാഹു വഹദെന്ന് വിളിച്ച കറുത്തവനായ അടിമയായ നീഗ്രയായ അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൃദയത്തിന്റെ ഉള്ളറയിൽ കൊണ്ട് നടന്ന ബിലാൽ, മുത്തുനബി വഫാത്തായപ്പോ റസൂലുള്ളാഹി ഇല്ലാത്ത മദീന എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് നാട് വിട്ടുപോയ ബിലാൽ അവസാനം മസ്ജിദുൻ നബവിയിൽ മുത്തുനബിയെ കാണാൻ വന്നപ്പോ അവനെന്ന് അതാ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും കയ്യിൽ പിടിച്ചിട്ട്, ബിലാൽ തങ്ങളെ അവിടെ നിന്ന് ബാങ്ക് വിളിക്കണമെന്ന് പറയുമ്പോ അവസാനം മസ്ജിദുൻ നബവിയിൽ കയറി നിന്നിട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുത്തുനബിയുടെ പേര് പറഞ്ഞപ്പോ തളർന്നു വീണ മഹാനായ സയ്യിദുനാ ബിലാൽ, ആ ബിലാലാണ് സ്വർഗ്ഗത്തിലെ മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എന്റെ ബിലാലിനെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ബിലാൽ തങ്ങൾ ആ സദസ്സിലിരുന്ന് കരയുകയാ, ബിലാൽ തങ്ങൾ ഇരുന്ന് കരയുകയാ. റസൂലുള്ളാഹി ചോദിക്കുന്നു, ഐന ബിലാൽ, എന്റെ ബിലാൽ എവിടെ? അതാ തേങ്ങിക്കരഞ്ഞുകൊണ്ട് ബിലാൽ തങ്ങൾ തന്റെ താടി രോമത്തിലൂടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ബിലാൽ തങ്ങൾ ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെയുണ്ട് നബിയേ, ഞാൻ ഇവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബിലാലേ, സ്വർഗ്ഗത്തിൽ നിന്നെ ഞാൻ കണ്ടു ബിലാലേ. മലക്കുകൾ നിന്റെ പേര് പറയുന്നു ബിലാലേ. എന്ത് നന്മയാ, എന്ത് നന്മയാ ബിലാലേ, എന്നെക്കാളും മുമ്പേ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്നല്ലോ. എന്ത് നന്മയാണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ബിലാൽ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എപ്പോ ഒന്നുപെടുത്ത് കഴിഞ്ഞാൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും നബിയേ. ദായിമല്ലോ നിത്യമായിട്ട് ഉദുവുള്ള സ്വഹാബിയാ, എപ്പോ ഉദുവെടുത്ത് കഴിഞ്ഞാൽ അവരന്ന് 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ പടച്ചവനെ ഉദുവിന് വല്ലാത്ത മഹത്വമാ. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഉറങ്ങുമ്പോഴും ഉദുവെടുത്തുകൊണ്ട് കിടക്കടേ പെങ്ങള്. എന്റെ
പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, ഒന്നുവിന് വല്ലാത്ത മഹത്വമാണ്. ഒന്നുവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒന്നുവോടുകൂടി ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരതിഥി വരികയാ, ഒരതിഥി വരികയാ. ആരാണെന്നറിയുമോ? അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കിടന്നു വരികയാണ്. ജിബ്രീലിന്റെ സാന്നിധ്യത്താണ് നിന്റെ റൂഹ് പിടിക്കുന്നത്. അതുകൊണ്ട് പെങ്ങള് ഒന്നുപെടുത്താ 2 റക്അത്ത് നമസ്കരിക്കട്. അത് നിന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കുന്ന നന്മയാ. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാ, മോനെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമല്ലോ, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകും. ഒന്നുപെടുത്ത് കഴിഞ്ഞ 2 റക്അത്ത്, പള്ളിക്കകത്ത് കയറിയ 2 റക്അത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ സുന്നത്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ആ ഫർദിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തെങ്കിലും നമസ്കരിക്കാൻ മറക്കല്ലേ, നമസ്കരിക്കാൻ മറക്കല്ലേ. അതുകൊണ്ട് പാപം പൊറുക്കാനുള്ള 10 വഴികളിൽ 4ാമത്തെ കാര്യം ഉളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കലാ. പടച്ചവരെ ഒന്നുവോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ 5ാമത്തെ കാര്യം ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാ. 5ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാ അല്ലദീ സല്ലാ ഫീഹി മാ ലം യുഹദിസ് തഖൂലു അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. 5ാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞാൽ, ഉസ്താദ് സലാം വീട്ടി കഴിഞ്ഞാൽ പോകുന്നത് തന്നെ താമസിച്ചാൽ, പള്ളിയിൽ പോകുന്നത് തന്നെ താമസിച്ചാൽ, ആകെ പോകുന്നത് വെള്ളിയാഴ്ചയാണ്. പള്ളിയിലേക്ക് പടച്ചവരെ 2ാമത്തെ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഓടി പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചിട്ട് ഇറങ്ങി ഓടുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഇറങ്ങി ഓടല്ലേ, ഇറങ്ങി ഓടല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരുണ്ടല്ലോ, അതാ നമസ്കാരം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഭിത്തിയിൽ ചാരുന്നവരുണ്ട്, തൂണിൽ പോയി ചാരിയിരിക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി പറയുകയാ, നിങ്ങൾ പള്ളിയിലിരിക്കണേ, നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അവിടുന്ന് ദിക്റുകൾ പറഞ്ഞിട്ട് അവിടുന്ന് ദുആ ചെയ്തു സ്വലാത്ത് പറഞ്ഞിട്ട് എല്ലാവരും പിരിയുമ്പോ പോകല്ലേ വാപ്പാ പെങ്ങളെ, ആ നമസ്കാരപ്പായിരിക്കുമോള്, ആ നമസ്കാരപ്പായിരിക്കും പെങ്ങള്, അതേ മുസല്ലയിൽ തന്നെ ആ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ നീ കുറച്ചു നേരം ഇരുന്നാൽ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പള്ളിയിലെ ഉസ്താദന്മാരല്ല എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളോ മാതാപിതാക്കളോ അല്ല, ആ നമസ്കാരത്തിന്റെ മുസല്ലയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആരാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഇവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ പെണ്ണിന് പുറത്തു കൊടുക്കണേ അല്ലാ,
അല്ലാഹുമ്മ ഇർഹംഹു, നീ കരുണ കാണിക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ. നീ എഴുന്നേക്കുന്നത് വരെ നിന്റെ തലയുടെ മുകളിൽ ഇരുന്ന് കൊണ്ട് പടച്ചറപ്പിന്റെ മലക്കുകള് അവിടെ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരുമ്പോ എത്ര നല്ല അവസരമാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് മോനെ തുടങ്ങിക്കോടാ, മോനെ നന്നാകാൻ തീരുമാനിച്ചോടാ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ, ആയുസ് കുറവാടാ. കളിച്ചു ചിരിച്ചുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടക്കുന്ന ചെറുപ്പക്കാരാ, കല്ല് കുടിക്കുന്നവരുണ്ടല്ലോ, കഞ്ചാവടിക്കുന്നവരുണ്ടല്ലോ, മയക്കുമരുന്ന് ചെയ്യുന്ന കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, മയക്കുമരുന്ന് എന്താണെന്ന് പോലും അവർക്കറിയില്ല. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള നീ എത്ര വട്ടം അത് ഉപയോഗിച്ചടാ, നന്നാകുമോ മോനെ? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ഒരു തുള്ളി കണ്ണിന്റെ ഒരു കള്ളിന്റെ ലഹരി വസ്തുക്കൾ ഒരു കവൾ നിന്റെ തൊണ്ടയ്ക്ക് താഴെ, നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഒരംശം ഇറങ്ങിക്കഴിഞ്ഞ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിനക്ക് കടക്കാൻ കഴിയില്ലല്ലോ. കണ്ടുകുടിയനോട് സലാം പറയരുത്, കഞ്ചാവടിക്കുന്നവരോട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്റെ കൂടെ നടക്കുക പോലും ചെയ്യല്ലേടാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അവനോട് സലാം പറയല്ലേ. കണ്ടുകുടിക്കുന്നവനോട് സലാം പറയരുത്, അവന്റെ കൂടെ നടക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത് മോനെ. അവന്റെ കൂടെ വണ്ടിയിൽ സഞ്ചരിക്കരുതടാ ചെറുപ്പക്കാരാ. അവൻ 1 രൂപ പോലും കടം കൊടുക്കരുത്, അവന് നീ 1 ഉരുള ഭക്ഷണം കഴിക്കാൻ കൊടുക്കരുത്. അല്ലാ, അവൻ രോഗം പിടിച്ചു കിടന്നാ കാണാ പോകല്ലേ. അവന്റെ മയ്യത്ത് കൊണ്ടുപോയാ പുറകെ പോകല്ലേ. അവന്റെ മയ്യത്ത് നിസ്കരിക്കല്ലേ. അവന്റെ മയ്യത്ത് നല്ലവരെ കബറടക്കുന്നിടത്ത് കുഴിച്ചിടല്ലേ. അവന്റെ കബറിന്റെ ചാരത്ത് പോലും മയ്യത്ത് കബറടക്കല്ലേ. അല്ലാ, ഈമാൻ തരണേ അല്ലാ. ചിന്തിക്കടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് അവസരമുണ്ട്, വേണമെങ്കിൽ നന്നായിക്കോ. ഇത് ശഅബാനാ, ശഅബാനു ഹുവൽ മുതകഫിറൂൻ. ഇത് പാപം പൊറുക്കുന്ന മാസമാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഒരുപാട് നിസ്കാരം കളയാക്കിയിട്ടുണ്ട്. നാളെ സുബഹി മുതൽ തുടങ്ങിക്കോ. ഓരോ ഫർദിന്റെ കൂടെ ഒരുപാട്, ഓരോ ഫർദിന്റെ കൂടെ കളായി പോയ ഒരു ഫർദ് കൂടെ നിസ്കരിച്ചോ. നിങ്ങളെ നന്നാകാ സമയമായി മോളെ. ഇനി ചാൻസ് കിട്ടണമെന്നില്ല. അല്ല നിന്നെ വെറുതെ വിടുമെന്ന് നിന്നെ കരുതുന്നുണ്ടോ? രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല ഉമ്മ. പെങ്ങന്മാരോട് പറയുകയാ, ഭർത്താവിനെ വഞ്ചിക്കുന്നതും മാതാപിതാക്കളെ വഞ്ചിക്കുന്നതും മെസ്സേജ് എഴുതുന്നതും ചാറ്റ് ചെയ്യുന്നതും മക്കള് കാണാത്തത്, മാതാപിതാക്കള് പിടിക്കാത്തത്, ഭർത്താവ് അറിയാത്തത് നീ ലോക്കിട്ടത് കൊണ്ടാണെന്ന് കരുതണ്ട. അല്ല പൊട്ടനല്ലടി ആമിന. അല്ല വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ? പല നാൾ കള്ളി ഒരു നാള് പിടിക്കപ്പെടും പെങ്ങള്. അല്ല നാറുന്നതിനേക്കാളും നല്ലത് ഇന്ന് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നതല്ലോ. അവസരം കിട്ടണമെന്നില്ല. ഒരു പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉസ്താദ് എന്റെ പൊന്നുമകന്റെ മൊബൈല് ഞാനൊന്നെടുത്തു നോക്കിയപ്പോ കണ്ണ് നിറഞ്ഞുപോയി ഉസ്താദേ. എന്തൊക്കെ വൃത്തികേടുകളാണെന്നറിയുവോ പഠിച്ചവരെ. 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമകളുടെ മൊബൈലിന്റെ അകത്ത് കിടക്കുന്നത് കണ്ടപ്പോ ഉമ്മാടെ ശരീരം തളർന്നുപോയി പെങ്ങളെ. എന്തേ മക്കളെ നോക്കാത്തതെന്തേ? ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും സായിപ്പും മാതാമയും കടന്നുകൊണ്ട് വ്യഭിചരിക്കുന്നത് 9ാം ക്ലാസ്സുകാരിയുടെ മൊബൈലിൽ വന്നതെങ്ങനാ? എങ്ങനാ നിന്റെ പൊന്നുമോള്? എന്തേ ചിന്തിക്കാത്തത്? അതുകൊണ്ട്
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പണമുണ്ടാക്കാറുള്ള പരക്കം പാച്ചിലിൽ മക്കളെ നോക്കാത്ത ഉമ്മ, നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് പറയുകയാ, വേണമെങ്കിൽ ഇന്നത്തെ രാത്രി നന്നായിക്കോ. ഇനി ചാൻസ് ഇല്ല, ഇനി അവസരം കിട്ടണമെന്നില്ല. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ലല്ലോ. നാളെ ഒരു പ്രവാചകൻ ഇവിടെ പ്രസംഗം നടത്തുമ്പോ ഇതുപോലെ ഇവിടെ ഇരിക്കുമോ, അതോ പള്ളിപ്പറമ്പിൽ കിടക്കുമോ? അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമല്ലേ. അതുകൊണ്ട് നിർത്തുകയാ, എന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു ഉപദേശം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എനിക്ക് നന്നാകാൻ ഞാൻ വാഴ പറഞ്ഞു. ഇനി നിങ്ങൾക്കും എനിക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴി പറയാ. പടച്ചവനെയെ പള്ളിക്കകത്ത് പലരുടെയും മയ്യത്ത് കൊണ്ടുവച്ചപ്പോ പള്ളി നിറഞ്ഞല്ലോ. മയ്യത്ത് നമസ്കരിക്കാൻ ഒരുപാട് ആളുകൂടിയല്ലോ. കൊറോണയുടെ സമയത്ത് പോലും ഈ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവച്ചപ്പോ ഒരുപാട് ആളുകൂടിയല്ലോ. പരസ്പരം ചോദിച്ചു, ഇവൻ രാഷ്ട്രീയക്കാരനല്ല, നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല, എന്നിട്ടും ഈ പാവപ്പെട്ടവന് വെള്ളിയാഴ്ച രാവിലെ മരിച്ചല്ലോ. മയ്യത്ത് നമസ്കരിക്കാൻ ഒരുപാട് ജനം വന്നല്ലോ. എന്തേ കാരണമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദ് നബവിയിൽ ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവരികയാ. അല്ലാഹുവേ, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുകയാണ്. സ്വഹാബികൾ കണ്ണും തള്ളി നിൽക്കുകയാണ്. കാരണം പള്ളി മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. സഹാബികൾ വെളിയിൽ നിൽക്കുകയാണ്. അവർ പരസ്പരം പറയുന്നു, ഇത്രയും ജനം എവിടെ നിന്നാ വന്നത്? ഇതിന്റെ കാരണമെന്താ? എല്ലാവരും ചർച്ചയിലാ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. ഇത്രയും ജനം എവിടെ നിന്നാണ് മയ്യത്ത് നിസ്കരിക്കാൻ വന്നത്? റസൂലുള്ളാഹി ചോദിക്കുന്നു, ജിബ്രീലേ, എന്തു പറ്റി ജിബ്രീൽ? ഇത്രയും ആള് വരാനുള്ള കാരണം എന്തേ ജിബ്രീൽ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചതിന്റെ പ്രതിഫലമാ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചതിന്റെ പ്രതിഫലമാ. അതുകൊണ്ട് സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് നിർത്തുകയാ പെങ്ങളെ, മോളെ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാ. അല്ലാഹു ഇഷ്ടപ്പെട്ടവര് വരണോ? ഈ പള്ളിയും പരിസരവും നിറയണോ? പണം വേണ്ട, സുഖം വേണ്ട, കഷ്ടപ്പാട് വേണ്ട, ഉറക്കമൊഴിയണ്ട, ത്യാഗം ചെയ്യണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏത് ഒതുക്കത്തിൽ ചോദിച്ചാലും ഓതാനറിയുന്ന ഒരു സൂറത്തുണ്ടല്ലോ. അതിനെ സ്നേഹിച്ചാൽ, അതിനെ പാരായണം ചെയ്താൽ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാനും നിന്റെ മയ്യത്ത് കബറടക്കാനും അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചിലരുടെയൊക്കെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചപ്പോ ഇവൻ രാഷ്ട്രീയക്കാരനല്ല, ഏതെങ്കിലും സംഘടനയുടെ പ്രവർത്തകനല്ല, കോടീശ്വരനല്ല, എന്നിട്ട് ഇവൻ ഇത്ര ആളെവിടുന്ന് വന്നു 6 സഫ് 7 സഫ് 2 പള്ളിയും നിറഞ്ഞു. കൊതിയോടെ തോന്നിയിട്ടില്ലേ? എന്തേ കാരണമെന്നറിയോ? സഹാബികൾ ചോദിച്ചു. ഒരു സഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുവച്ചപ്പോ എവിടെന്നാ ഈ ആള് വന്നത്? അവര് ചോദിക്കാം, എടാ, കൊറോണയുടെ സമയത്ത് പോലും പല മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടായിരുന്നു പള്ളിയിൽ. നല്ല കാലത്ത് കൊണ്ടുവച്ചപ്പോ അത്രയില്ല. എന്തേ പ്രതിഫലം? ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. ബക്കറയല്ല, പേടിക്കണ്ട. ഏതൊറക്കത്തി ചോദിച്ചാലും ഓതാൻ അറിയുന്ന സൂറത്ത്. ഇതിനെ സ്നേഹിക്ക്, ഇതിനെ പാരായണം ചെയ്യ്. അള്ളാഹു നിനക്ക് നല്ല യാത്ര നൽകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഓതാൻ നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കുക.
ഖുർആനിലെ ഒരു സൂറത്ത് പൊക്കിയ ദുആ ചെയ്യാൻ പോവാ. പൊക്കണ്ടവരൊക്കെ പൊക്കിക്കോ, ദുആ ചെയ്യട്ടെ. ഈ ഒരൊറ്റ സൂറത്ത്. അല്ലാഹുവേ, ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് കൈപൊക്കിയോ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും യാചിക്കേണ്ട ഗതികേട് ഈ കൈപൊക്കിയവർക്ക് നീ നൽകല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യാൻ ഈ കൈപൊക്കിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, മരിക്കുന്ന സമയം സ്വർഗം കണ്ട് വെള്ളിയാടിച്ച രാവിൽ ഷഹീദിനെ പോലെ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ കൈപൊക്കിയവർക്ക് മുഴുവനും മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹ്, സ്വർഗം ചോദിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഈ കൈപൊക്കിയ നന്മയ്ക്ക് പകരമെങ്കിലും അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. നീ സ്വർഗം നൽകണേ തമ്പുരാനെ. കൈ പൊക്കാത്തവർക്ക് നീ ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. തന്നെ ഞാൻ ഓതാൻ പറഞ്ഞില്ല, ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിനെ സ്നേഹിക്കാനാ പറഞ്ഞത്. അതിനു പോലും പറ്റാത്തവൻ ഇനി അവൻ എന്ത് വേണം? അല്ലാഹു അവനെ നന്നാക്കുമാറാകട്ടെ. ആമീൻ പറ. പൈസ ചോദിച്ചില്ല, ഓതാൻ പറഞ്ഞില്ല, സ്നേഹിക്കാവോ എന്നാ ചോദിച്ചേ. ഓൻ കാമുകയെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. അതവന്റെ അവസ്ഥ. അള്ളാഹു അവന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഖുർആനിൽ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഓതാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എന്താ റോഡിൽ നിൽക്കുന്നവന്മാർക്കൊന്നും വേണ്ടേ? വേണമെങ്കിൽ പൊക്കിക്കോ, ഇല്ലെങ്കിൽ 4 കാലും കൈയും കിടന്ന് പൊക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. വിളിച്ചു കൂവ, അയ്യോ വേദന എടുക്കുന്നേ, ഇതൊന്ന് മുറിച്ചു മാറ്റിയാൽ മതിയായിരുന്നു, മരിച്ചാൽ മതിയെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുആ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, ഈ പള്ളിയുടെ പണി അവസാന ഘട്ടത്തിലാണ്. ഈ റോഡിൽ കൂടെ ഞാനിങ്ങനെ വരുമ്പോൾ ആരോടാ ഞാൻ പൈസ ചോദിക്കണ്ടേ? ഈ റോഡിൽ കൂടെ വണ്ടിയും കൊണ്ടുവന്ന് വൈകിട്ടൊന്ന് ചായ കുടിക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ നോക്കുക, 2 സൈഡിലും കൊട്ടാരങ്ങൾ പണിതിട്ടിരിക്കുക. ഓരോ വീടിന്റെ മതില് കെട്ടിയ പൈസ മതിയായിരുന്നു ഇതൊക്കെ ഒന്ന് നേരെയാക്കാൻ. എന്നിട്ട് അമ്മ പറയണത് ഒന്നുമില്ല എന്ന്. എടാ, അള്ളാടെ വീട് ഇങ്ങനെ കിടക്കണം, നിന്റെ വീടോ? നീ വീട് ചിലവാക്കി കുഴപ്പമൊന്നുമില്ല, പൈസ കഴിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. നിന്റെ വീടല്ലടാ, നിന്റെ വീടിന്റെ മതില് കെട്ടിയ പൈസ പോരെ ഈ പള്ളി നേരെയാക്കാൻ. എന്നിട്ട് ഓൻ പറയണതില്ല എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറയുന്നത്, പള്ളിക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ആരെയും നിർബന്ധിക്കൂല. കാരണം അള്ളാഹുവിന്റെ പള്ളിക്ക് പലിശക്കാരന്റെ പൈസ വേണ്ട. എടാ, പറ്റിച്ചുണ്ടാക്കിയ ഒരുത്തന്റെയും 5 നയാ പൈസ അള്ള മേടിക്കത്തില്ല. അവൻ കോടികൾ കൊടുക്കാന്ന് പറഞ്ഞാലും അതൊരു പൈസ പോലും അവൻ കൊടുക്കൂല. കാരണം ഹറാം അള്ളാഹ്ക്ക് വേണ്ട. കാരണം ഇത് നിസ്കരിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ മുന്നിൽ 5 നേരം സുജൂദ് ചെയ്യുന്ന പലിശക്കാരന്റെ പൈസ കൊണ്ട് ഇത് പഴുതിട്ട് നിസ്കരിച്ചാൽ സ്വീകരിക്കോ? ലോൺ എടുത്ത വീടിന്റെ അകത്ത് പോലും നിസ്കരിച്ച അവിടെ നേരെ ആവണില്ല. അപ്പോഴേ അള്ളാന്റെ പള്ളി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നിങ്ങളൊക്കെ കൊടുത്തവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. ചിലര് പിന്നെ കൊടുക്കുന്നവനോടും പറയുന്നത് കൊടുക്കണ്ടെന്ന. ഏറ്റവും വലിയ പരാതി പറഞ്ഞു, ഉസ്താദെ, പലർക്കും പൈസ തരണമെന്ന് ആഗ്രഹമുണ്ട്, തിന്നത്തുമില്ല, തിന്നാൻ പെടത്തുമില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. എടാ, തിന്നത്തുമില്ല, തിന്നാൻ പെടത്തുമില്ല. ഏതെങ്കിലും ഒരുത്തം കൊടുക്കാൻ തയ്യാറായി അപ്പോഴും പോയിട്ട് കലക്കാം. നിന്റെ അവസാനവും കലങ്ങി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അത് പിന്നെ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊന്നും പറയണില്ല. കാരണം എൻ്റെ പ്രസംഗത്തിൽ ഒരാളെയും വേദനിപ്പിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് സിറാജിന് കൊണ്ടുപോകാനല്ല, അള്ളാഹിക്ക് വേണ്ടിയാണ്. അള്ളാഹിക്ക് കൊടുക്കാൻ മനസ്സുണ്ടോ? അള്ളാഹ് പിന്നെ രാഷ്ട്രീയക്കാരനല്ല പറഞ്ഞ വാക്കുമാറ്റാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, സഹോദരിമാരോട്, അള്ളാഹുവിന്റെ പള്ളിയുടെ പണി അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇനി അതിന്റെ മിനുക്കുപണികളും മറ്റുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ പള്ളി നമസ്കരിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കാനുള്ള അവസാന ഘട്ടത്തിലാണ്. വേണമെങ്കിൽ അള്ളാഹ് നിനക്കൊരവസരം തരികയാണ്. വേണമെങ്കിൽ അള്ളാഹു നിനക്കൊരവസരം തരികയാണ്. അള്ളാഹ്ക്ക് വേണ്ട, നിനക്ക് വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തരുന്ന പ്രതിഫലം എന്താണ്? നല്ലതിന് ചോദിച്ചാൽ ഒരാളും കൊടുക്കാറില്ല. പടച്ചവനെ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് ചോദിച്ചാ കൊടുക്കാൻ ലക്ഷങ്ങളുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും കേട്ടോ, സദക്ക എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താനെ പരാജയപ്പെടുത്തണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു മനുഷ്യന് 1 രൂപ സദക്ക കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോ
70 ശൈത്താന് കയ്യിൽ പിടിക്കുമ്പോ കൊടുക്കല്ലേ, ദാരിദ്ര്യം വരും, നിന്റെ മക്കള് പട്ടിണിയാകും, കൊടുക്കരുത്. 70 ശൈത്താനെ പരാജയപ്പെടുത്തിയാലേ 1 രൂപ സദഖ കൊടുക്കാൻ കഴിയൂ. എന്റെ പെങ്ങളെ, ശരീരത്ത് കിടക്കണ സ്വർണ്ണ ഊരിക്കൊടുക്കണമെന്ന് നീ തീരുമാനിച്ചാ പറ്റൂല. അള്ളയല്ലേ തീരുമാനിക്കേണ്ടത്, അള്ളയല്ലേ മനസ്സ് തരേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഓസിന് അള്ളാഹുവെ ആരും കൊടുക്കണ്ട. അള്ളാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയോ? വിപത്തുകളെ തട്ടിമാറ്റാ, വിപത്തുകളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും. ചെറുപ്പക്കാരാ, നീ എത്ര പള്ളിക്ക് ചോദിച്ചാലും കൊടുക്കാതെ കെട്ടിപ്പറക്കി വച്ചിരിക്കുന്ന നിന്റെ സമ്പത്തുണ്ടല്ലോ, ഒറ്റ രാത്രി കൊണ്ട് റബ്ബിന് മാറ്റാൻ കഴിവുണ്ട്. എടാ, നിനക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാ, നിനക്ക് ട്യൂമർ വന്നാ, നിന്റെ കിഡ്നി തകർന്നു പോയാ, ഈ കെട്ടിവച്ചിരിക്കുന്ന കോടികളൊന്നും പടച്ചവനെ മതിയാകില്ലല്ലോ. അപ്പൊ നീ വരുന്ന പള്ളിക്ക് കൊടുക്കോ. ആർക്കാ വേണ്ടത്? ക്യാൻസർ വന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ 1 മാസത്തിനുള്ളിൽ ഇവൻ ചത്തുപോകുമെന്ന് പറയുമ്പോ എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? എവിടെ നിന്നാ സ്വർണം വരുന്നത്? എത്ര പ്രാവശ്യം പള്ളിക്കും പാവങ്ങൾക്കും നിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കൈനീട്ടി അന്നില്ലാത്ത പണം പടച്ചവര് ക്യാൻസർ വന്നു കഴിഞ്ഞ, ട്യൂമർ വന്നു കഴിഞ്ഞ, മാരക രോഗങ്ങളെ വന്നു കഴിഞ്ഞ, മരിച്ചു പോകും, ഇനി മരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ, എവിടെ നിന്ന് വരുന്ന പെങ്ങള്? എവിടെ നിന്ന് വരുന്ന പെങ്ങള്? അപ്പടല്ലടി പൊന്നുമോളെ കൊടുക്കേണ്ടത്, അപ്പടല്ല കൊടുക്കേണ്ടത്. അപ്പ ഇങ്ങോട്ട് വന്നിട്ട് പറയും, തരാം ഉസ്താദ്, വാപ്പയ്ക്ക് ക്യാൻസറാ, മജ്ജയിൽ ക്യാൻസറാ, മലദ്വാരത്തിൽ ക്യാൻസറാ, നാവിന്റെ അകത്ത് ക്യാൻസറാ, കുടലില് ക്യാൻസറാ. ഉസ്താദേ ദുആ ചെയ്യണേ. ലൈന ശകർതും ലഅസീദന്നകും വലൈന കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചു കഴിഞ്ഞാ അല്ലാഹു തിരിച്ചു തരും വാപ്പാ, അല്ലാഹു തിരിച്ചു തരും പെങ്ങള്. അല്ലാഹുവിന്റെ റസൂലല്ല പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. മരണസമയത്ത് തെണ്ടും വാപ്പാ, ആർക്കും കൊടുക്കാതെ വാരി കൂട്ടി വെച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും കേട്ടോ, ഭർത്താവ് അടുക്കി വെച്ചിട്ടുണ്ടല്ലോ, നീ കാണുന്നതല്ലേ. എന്റെ പെങ്ങളെ ഉപദേശിക്കാത്തത്? അങ്ങനെയുള്ള ഭർത്താക്കന്മാരുള്ള ഓരോ പെണ്ണും ഓർത്തു വെച്ചോ, മരണസമയത്ത് നിനക്ക് കാണാ, മരണസമയത്ത് നിനക്ക് കാണാ, തെണ്ടുന്നത് കാണാ, യാചിക്കുന്നത് കാണാ. എന്തേ ചോദിക്കുന്നതെന്നറിയുമോ? ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. മലക്ക് വന്നിരിക്കുകയാ, അസ്റായിൽ വന്നിരിക്കുകയാണ്, കൂടെ മലക്കുകളുമുണ്ട്. എഴുന്നേക്കടാ, പോകാ സമയമായടാ. കസഫിനാ അൻകഅതോ ഫബസറുകൽ യൗമ ഹദീദ്. മലക്കുകൾ ഇറങ്ങി വരുന്നത് കാണുകയാണ്. അവര് പറയുന്നു, റൂഹ് പിടിക്കാമെന്നതാ, നിന്നെ കൊണ്ടുപോകാമെന്നതാടാ, നിന്റെ സമയമെടുത്തിരിക്കുന്നടാ. ആ സമയത്ത് നിന്റെ ഭർത്താവ് കിടന്ന് തെണ്ടുന്നു. അല്ലാ, ഒരു നിമിഷമല്ല, ഒരു നിമിഷം താല്ലാ, നിസ്കരിക്കാനല്ല അല്ലാ, ഖുർആൻ ഓതാനല്ല അല്ലാ, തൗബ ചെയ്യാനല്ല അല്ലാ, പൊരുത്തം ചോദിക്കാനല്ല അല്ലാ. പിന്നെ എന്തിനാടാ തെണ്ടുന്നത്? ഞാനല്ല അള്ളയാ പറഞ്ഞത്, അള്ളാന്റെ ഖുർആനാ പറയുന്നത്. പിന്നെ എന്തിനാടാ കിടന്ന് യാചിക്കുന്നത്? അല്ലാ, എന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയോട്,
എന്റെ അടുത്ത് കിടക്കുന്ന ഭാര്യയോട്, പെണ്ണേ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ഇന്നുവരെ ഒരാൾക്കും ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് പെണ്ണേ പള്ളിക്കൊരൽപ്പം നീ എടുത്തു കൊടുക്കണേ എന്ന് പറയാനാ ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക, സദഖ കൊടുക്കാൻ തിണ്ടും വാപ്പാ. പെങ്ങളെ ശരീരം മുഴുവനും സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുമ്പോ നിന്റെ വീടിന്റെ അടുക്കളയ്ക്ക് എത്ര ലക്ഷം ചെലവഴിച്ചു, ബാത്റൂമിന് എത്ര ലക്ഷം ചെലവഴിച്ചു, വീടിന്റെ അകത്തിട്ടിരിക്കുന്ന ലൈറ്റ് പോലും എത്രയോ വിലയാ. എന്റെ പെങ്ങളെ കൊടുക്കാൻ മനസ്സില്ലല്ലോ. മോളെ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹ് തരുന്ന ഒരേ ഒരു പ്രതിഫലം വാപ്പ മരിച്ചു കിടന്നപ്പോ ചിരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോ ഉമ്മാടെ മുഖത്ത് ചിരി കണ്ടത് നിന്റെ കോമഡി കേട്ടിട്ടല്ല, നീ തമാശ പറയുന്നത് കണ്ടിട്ടല്ല. ചിരിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്ത് കിട്ടിയാലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത നിന്റെ ഉമ്മയ്ക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗമാണുമ്മ, സ്വർഗമാണുമ്മ. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാം. അല്ലാഹുവിന്റെ ഖുർആൻ